ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധത്തിൽ സമസ്ത ഇന്ന് വളർന്ന് പന്തലിച്ചു. ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല സമസ്ത ഇവിടെ വളർന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തുകാരൻ അവൻ മുസ്ലിം ലീഗുകാരനാവാ, കോൺഗ്രസ്സുകാരനാവാ, മാർക്സിസ്റ്റുകാരനാവാ, ആ രാഷ്ട്രീയം അവൻ്റെ ഏതുമാവാ, അവൻ സുന്നിയാണോ അവനാണ് സമസ്തയെ വളർത്തിയത്, അവൻ്റെ സഹായം കൊണ്ടാണ് ഇവിടെ സമസ്ത വളർന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്രീയം ഇവിടെ വിഷയമല്ല. സമസ്തക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമില്ല. അതിൻ്റെ അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാം. ഇസ്ലാമിനെതിരാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സുന്നികളായ ജനങ്ങൾ, പാവപ്പെട്ട അന്നത്തെ ജനങ്ങൾ, അന്നത്തെ ഉമറാക്കൾ, അവരൊക്കെ സഹായിച്ചുകൊണ്ടാണ് സമസ്തയെ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത്. ഇവിടെ കുട്ടികളുടെ പുസ്തകം വാങ്ങുന്നത് ഉമറാക്കളുടെ മക്കൾക്ക് മാത്രമല്ല. അവർ മാത്രമല്ല സമസ്തയുടെ പുസ്തകം വാങ്ങുന്നത്, ഇവിടെയുള്ള മുഅല്ലിമീങ്ങളുടെ മക്കളും സമസ്തയുടെ പുസ്തകം വാങ്ങുന്നുണ്ട്. ആ വരുമാനവും സമസ്തക്ക് തന്നെയാണ് ചെല്ലുന്നത്. ഇതൊക്കെ പരത്തി പറയാൻ ഞാൻ ഇവിടെ ഈ സമയം ഉപയോഗിക്കുന്നില്ല. ഏതായിരുന്നാലും സമസ്ത എന്തിന് രൂപീകരിച്ചുവോ ആ ആശയം അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഈ മക്കൾ ചെയ്യുന്നത്. ഇന്ന് സമസ്തയുടെ കൂടെ ഏറ്റവും ഒരു കാലത്ത് SYS സമസ്തയുടെ ഊന്നുവടി ആയിരുന്നുവെങ്കിൽ ഇന്ന് സമസ്തയുടെ കൂടെ നടന്നുകൊണ്ട് സമസ്തയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്നത് SKSSF ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അവരുടെ ഈ പ്രവർത്തനം അവൻ സ്വീകരിക്കുകയും അതിനുള്ള എല്ലാ കഴിവും ആ മക്കൾക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, സമസ്ത എന്ന് പറയുന്നത് ഏതെങ്കിലും അത് രൂപീകരിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ സുന്നത്ത് ജമാഅത്തിന് എതിരിൽ വന്ന പ്രസ്ഥാനങ്ങളെ നേരിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഏൽപ്പിച്ച, സഹാബത്ത് താബീനെ ഏൽപ്പിച്ച, താബീങ്ങളെ ഏൽപ്പിച്ച, അവർ മുഖേന നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്ത് അത് ഇവിടെ നിലനിർത്തുക, അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഇത് മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം. അല്ലാതെ ഏതെങ്കിലും മോഹത്തിന് വേണ്ടി അന്ന് സമസ്ത രൂപീകരിച്ച ഒരു പണ്ഡിതന്റെ മനസ്സിലും ഇല്ല. ഒരു സ്ഥാനം കിട്ടണമെന്നോ അതല്ലെങ്കിൽ പണം സമ്പാദ്യം വല്ലതും കിട്ടണമെന്നോ എന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ല സമസ്ത ഇവിടെ രൂപീകരിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. വളരെ നിഷ്കളങ്കരായ മഹാപണ്ഡിതന്മാരാണ് അത് രൂപീകരിച്ചത്. എന്താണ് ഇപ്പോഴൊരു ആദർശ സമ്മേളനം എന്ന് ചിലർക്കത് കേട്ട് സഹിക്കാൻ കഴിയാതെ കുരുപൊട്ടി തുടങ്ങി. പലരും പല വിധത്തിലും ഈ പാവപ്പെട്ട അനുസരണമുള്ള മക്കളെ തടയുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാട് കേട്ട് കഴിഞ്ഞു. ഒരു സ്ഥലത്ത് യോഗം തീരുമാനിക്കും, അവിടെ നിന്ന് തടയപ്പെടും. പിന്നെ മറ്റൊരു ഭാഗത്തേക്ക് മാറും, അവിടെ നിന്ന് തടയപ്പെടും. പിന്നെ വേറൊരു സ്ഥലത്തേക്ക്, ഇന്നലെ ഒരു യോഗം നടന്നത് മൂന്നാമത്തെ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ രൂപത്തിലൊക്കെ എതിർക്കാൻ എന്തിരിക്കുന്നു? എന്താണ് ഈ ആദർശ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ മുമ്പൊന്നും കേൾക്കാത്ത കാര്യമാണോ? സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ എന്തിനാണ് രൂപീകരിച്ചത്? അത് തന്നെയാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് വഹാബീസമാണ്. അവര് അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പുതിയ ആശയങ്ങൾ അന്ന് അവിടെ പ്രചരിച്ചിരുന്ന വഹാബിസം, അതിൻ്റെ മാസികകളും മറ്റുമൊക്കെ ഇവിടെ വരുത്തി, ഇവിടെ അത് പഠിച്ച് അത് തെക്കൻ കേരളത്തിൽ ഇവിടെ നിന്ന് പോയ ആളുകൾ അവിടെ പ്രചരിപ്പിച്ചു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ലഹളയൊക്കെ കെട്ടടങ്ങി. അങ്ങനെ അവർ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചു വന്നപ്പോൾ പോയപ്പോൾ ഉണ്ടായിരുന്ന സ്വഭാവത്തിലല്ല അവർ തിരിച്ചു വരുന്നത്. ഇവിടെ വന്ന് അവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന സുന്നികളായ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ പുതിയ ആശയങ്ങൾ അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ നമ്മുടെ മഹാപണ്ഡിതന്മാർ, ആ കാലത്ത് ഒറ്റപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, അവര് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും 925 കാലഘട്ടത്തിൽ ഒരു വർഷക്കാലം അവർ മുശാവറ നടത്തുകയും ചെയ്തു. എങ്ങനെ നമുക്കിതിനെ നേരിടണമെന്ന്. അങ്ങനെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ചതിന്റെ ഫലമായി 926
കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. അതിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ സുന്നത്ത് ജമാഅത്തിന് എതിരായിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സംഘം, അതിന് പേര് അവർ സംഘമൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഐക്യസംഘം. ഇവിടെ ഒരു ഭിന്നിപ്പുമില്ലാത്ത കാലഘട്ടത്തിലാണ് ഐക്യസംഘം ഉണ്ടാക്കുന്നത്. അതിന് പേരിട്ടത് ഐക്യസംഘം വന്ന. അതിൽ സുന്നികളെ കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന എല്ലാവരും സുന്നികളാണല്ലോ. ഇവർ മതം മാറി ഇങ്ങോട്ട് പുതിയ പരിഷ്കരണവുമായി വന്നത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അവർ ഐക്യസംഘം ഇവിടെ രൂപീകരിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ പ്രവർത്തനമാണ് പുതിയ ചിന്താഗതി ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിനു വേണ്ടി ഇവരെ നേരിടാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ 26 രൂപീകരിച്ച സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സംഘടന രൂപീകരിച്ചു എന്നല്ലാതെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ആ സംഘടനയ്ക്ക് കീഴിൽ അവർ യോഗങ്ങൾ ചേരും, അവർ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് പിഴച്ചു പോയ വിധേയത്തിൻ്റെ ആശയം അത് ഇന്നത് പിഴച്ച സിദ്ധാന്തമാണ്, അതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്യും. അങ്ങനെ ചുരുക്കത്തിൽ 934 ഈ സംഘടന രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യാൻ ചെന്ന് നോക്കിയപ്പോൾ അത് രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു. അറിഞ്ഞിട്ടില്ല. ഇവര് വഞ്ചനയാണ് ചെയ്തത്. ഐക്യസംഘക്കാർ ഈ സുന്നത്ത് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജനങ്ങളിലുള്ള അതിയായ ആ ബന്ധം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്ന അത് മനസ്സിലാക്കിക്കൊണ്ട് കബൂലിയത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ പേര് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സംഘടനക്ക് രജിസ്ട്രേഷൻ നടത്തി. അതാരും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ആളുകൾ പണ്ഡിതന്മാർ രജിസ്ട്രേഷന് ചെന്ന് നോക്കിയപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ രജിസ്റ്റർ ചെയ്തു പോയിരിക്കുന്നു. ഈ പേര് ആദ്യം പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാരാണ്. അതിനുശേഷം അപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ അതിൽ കൂടി സമസ്ത കൂട്ടിയും കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ 934 രജിസ്റ്റർ ചെയ്ത നമ്മുടെ സംഘടന അതാണ് ഇന്ന് നാം ഈ കൂടിയിരിക്കുന്ന. എന്തിൻ്റെ പേരിലാണോ, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ പേരിലാണോ ഈ കൂടിയിരിക്കുന്നത്, ആ പ്രസ്ഥാനം അത് 934 രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം കുറേ പ്രവർത്തനങ്ങൾ, ഇത് ഇപ്പോഴുള്ള മാതിരിയുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സമസ്തക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം പള്ളിയിൽ നിന്നും ഖതീബ് പറഞ്ഞാൽ മതി, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ രണ്ടഭിപ്രായമില്ല. അങ്ങനെയുള്ള കാലഘട്ടമാണ് ഇവിടെ. പിന്നീട് 945 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മർഹൂം ബാഫക്കി തങ്ങൾ മഹാനവറുകളുടെ നിർദ്ദേശപ്രകാരം മഹാനവറുകൾ പണ്ഡിതന്മാരെ വിളിച്ച്, സമസ്തയുടെ പണ്ഡിതന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മദ്രസ പഠനം, കുട്ടികൾക്ക് ഇൽമ് പഠിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമായ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച സ്കൂളുകളിൽ വെച്ചാണ്. പല ഭാഗങ്ങളിലും സ്കൂളുകളിൽ വെച്ചാണ് മദ്രസ പഠനം നടത്തുന്നത്. അന്ന് ഒത്തുപള്ളിയാണ്, മദ്രസയല്ല. വേറെ കുറേ ഭാഗങ്ങളിൽ മൊല്ലാക്കന്മാര് സ്വന്തം വീടിനോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ ഷെഡുകളിൽ വെച്ച് ആ ഒത്തുപള്ളികളിൽ വെച്ച് പഠിപ്പിക്കുന്നതും കുറേ ഭാഗങ്ങളിൽ സ്കൂളുകളിൽ വെച്ച് പഠിപ്പിക്കുന്നതുമാണ് കുട്ടികൾക്കുള്ള മതപഠനം. ബാബയ്ക്ക് നിങ്ങൾ പറഞ്ഞു, ഇന്ത്യ സ്വതന്ത്രമായാൽ ഇവിടെയുള്ള മുസ്ലിം, ക്രിസ്ത്യാനികൾ, ഹിന്ദു മതസ്ഥർ എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കും. പിന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ മതം പഠിക്കാൻ വേണ്ടി സ്കൂൾ ഉപയോഗിക്കാൻ പറ്റുകയില്ല. എല്ലാവർക്കും ഒരേ അവകാശമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണ് സ്വതന്ത്രമായാൽ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മതപഠനത്തിന് വേണ്ടി വേറെ വഴി കാണേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാരെ ധരിപ്പിക്കുകയും പണ്ഡിതന്മാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയും അങ്ങനെ 950-കൾക്ക് ശേഷം മദ്രസ പ്രസ്ഥാനവുമായി സമസ്ത മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്തു. അങ്ങനെ മദ്രസകൾ സ്ഥാപിക്കാൻ തുടങ്ങി. അത് സമസ്ത അംഗീകരിച്ചു. സിലബസ് ഉണ്ടാക്കി, പുസ്തകങ്ങളുണ്ടാക്കി, അങ്ങനെയുള്ള ഏകീകരിച്ച ക്രോഡീകരണങ്ങളൊക്കെ വരുത്തി അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി. പിന്നീട് അങ്ങനെ വരുമ്പോൾ ആ മദ്രസയുമായി ബന്ധപ്പെട്ട് മുഅല്ലിമീങ്ങൾക്ക് സംഘടന വേണം, മാനേജ്മെന്റിന് സംഘടന വേണം.
അങ്ങനെ അതിനോട് തുടങ്ങി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ തന്നെ പലവിധ സംഘടനകളും അങ്ങനെ പിന്നീട് അത് വികസിച്ച് വലുതായി വളർന്നു. സമസ്ത തന്നെ വലിയ 16-ലധികം സംഘടനകൾ, ഉപസംഘടനകൾ, ആ സംഘടനകൾക്ക് കീഴിൽ പിന്നെയും അതിൻ്റെയും ഉപസംഘടനകൾ അതെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയ ഒരു ഉദാഹരണം പറയാം. സമസ്തയുടെ രൂപീകരിക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന എൻ്റെ ഒരു ഉസ്താദ് കൂടിയായ ഒരു മഹാന്റെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് നടന്ന ഒരു സംഭവം അത് നിങ്ങളെ കേൾപ്പിക്കാം. ആരായിരുന്നു സമസ്ത രൂപീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ബഹുമാനപ്പെട്ട കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം സുഖമില്ലാതെ വീട്ടിൽ ആയിരുന്ന കാലത്ത്, വയസ്സായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു മഹല്ലിൻ്റെ ആളുകളുമായി ഒരു ജുമാ നിർത്തുന്ന പ്രശ്നത്തിന് ശംസുലുലമയുടെ അടുത്ത് പോയി. അവിടെ നിന്ന് കേട്ടു കണ്യത്തിന് തീരെ സുഖമില്ല എന്ന്. അത് ചില ആളുകളുടെ കുപ്രചരണമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. ഏതായിരുന്നാലും ഞങ്ങൾ 6-7 ആളുകളുണ്ട്, നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമുക്ക് വാഴക്കാട് കൂടി പോവുക എന്ന് പറഞ്ഞ് ഫറൂഖിൽ നിന്ന് വാഴക്കാട്ടേക്ക് തിരിച്ച് വാഴക്കാട് ചെന്ന് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. അവിടെ പ്രത്യേകമായിട്ട് ഉസ്താദിനൊന്നും സംഭവിച്ചിട്ടില്ല. പ്രായാധിക്യം കാരണം സുഖമില്ലാതെ വീട്ടിലിരിക്കുന്ന ആ അസുഖമല്ലാതെ മറ്റൊന്നുമില്ല. ഏതായിരുന്നാലും ആ സമയത്ത് ഞങ്ങളിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിൻ്റെ മകൻ ബാപ്പു മുസ്ലിയാരും വേറെ ഒരു 3-4 ആളും മഞ്ചേരി കുയിക്കള് അവരെല്ലാവരും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. 5 ആള് അവരിങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നത്. ഞങ്ങൾ അങ്ങോട്ട് കയറി അവിടെ ഓരോരുത്തരായി കണ്യത്ത് ഉസ്താദിൻ്റെ കൈ പിടിച്ചൊന്ന് ചുംബിക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മുന്നിലുള്ളത് പത്തത്തെ ഹംസാജിയാണ്, പെരിന്തൽമണ്ണ പത്തത്തെ ഹംസാജി. അദ്ദേഹം അടുത്തെത്തിയപ്പോൾ എന്താ വന്നതെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് എന്താ മറുപടി പറയാൻ? കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പൊ ഹംസാജി അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്തിട്ട് 20 റുപ്യ എടുത്തിട്ട് കണ്യത്ത് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ആ സമയത്ത് ചോദിച്ചു, എന്താണിത്? ഹംസാജി ഇങ്ങനെ പറച്ചു. പൈസയാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെന്ന് പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞപ്പോ എത്ര പൈസയാണ്? കണ്ണ് ശരിക്ക് കാണില്ല. 20 റുപ്യാണ്. അപ്പൊ ചോദിച്ചു, അത് എന്തിനാ തന്നത്? ഹംസാജി വിറച്ചു വരത്ത് ശബ്ദം പുറത്തേക്ക് കിടന്നു, കരയാ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞളി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ദുആ ചെയ്യണം. ആ സമയത്ത് കണ്യത്ത് ഉസ്താദ് വളരെ അധികം മലയാളത്തിൽ തന്നെ ഹംസാജിക്ക് വേണ്ടി, ഹംസാജിൻ്റെ കുടുംബത്തിന് വേണ്ടി, ഹംസാജിൻ്റെ മക്കൾക്ക് വേണ്ടി, അങ്ങനെ മറ്റ് ഹംസാജിൻ്റെ നാട്ടിലുള്ള പള്ളി മദ്രസകൾക്കൊക്കെ വേണ്ടി മലയാളത്തിൽ കുറേ ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, മതിയോ? മനസ്സിലാക്കണം. കണ്യത്ത് ഹംസാജിനോട് ചോദിച്ചു, മതിയോ? സമ്മതം കിട്ടിയപ്പോൾ ഹംസാജി കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പോയി. എന്നിട്ട് കണ്യത്ത് അവിടുന്ന് പറഞ്ഞു, കുഞ്ഞുമോനെ, നീ നേരത്തെ വന്ന 5ഉം ഇപ്പൊ വന്ന 7ഉം 5ഉം 12 ആൾക്ക് ചായ കൊടുത്തോ? അത്തുംപുത്തുവാണ് എന്ന് കണ്യത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞു നടക്കുന്ന സമയത്താണ് ഈ 5ഉം 7ഉം 12 എന്ന് കൂട്ടുന്നത്. നേരത്തെ വന്ന 5 ആള് ഇപ്പൊ വന്ന 7 ആള് 7ഉം 5ഉം 12 ആൾക്ക് ചായ കൊടുത്തോ എന്നാ ചോദിച്ചത്. അതിരിക്കട്ടെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മതിയോ എന്ന് ചോദിച്ചല്ലോ. ദുആ ചെയ്തത് മതിയോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? 20 റുപ്യ തന്നല്ലോ, ആ തന്നതിന് മാത്രം ദുആ ചെയ്തത് മതിയായിട്ടുണ്ടോ എന്നാ ചോദ്യം. അതല്ലെങ്കിൽ ആ 20 റുപ്യ ഹലാലാവൂല. ആ 20 റുപ്യ വാങ്ങുന്നത് ഹലാലാകാൻ അതിന് മാത്രമുള്ള ദുആ ഞാൻ ചെയ്തു തന്നത് മതിയായിട്ടുണ്ടോ എന്നാ ചോദ്യം. ഇതാണ് സമസ്തയുടെ പണ്ഡിതന്മാർ. നമ്മളാരെങ്കിലും അത് വിഷയാക്കുവോ? അങ്ങോട്ട് ചിന്തിക്കുക പോലും ചെയ്യുകയില്ല. ഈ രൂപത്തില് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒരു കറാഹത്താണെന്ന് തോന്നുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച വിശ്വാസത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്ത മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ്. ഇത് സമസ്ത രൂപീകരിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന അംഗങ്ങളിലുള്ള ഒരാളാണ്.
ഇത്തരം ആളുകളാണ് സമസ്ത രൂപീകരിച്ചതെങ്കിൽ അത് പോണ വഴിക്ക്, സമസ്ത പോണ വഴിക്ക് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ അത് നിലനിർത്തിക്കൊണ്ട് സമസ്ത മുന്നോട്ട് പോകും. ഏതെങ്കിലും ഒരാളുടെ ആവശ്യത്തിന് ഒരാൾക്കും വേണ്ടി ഇങ്ങോട്ട് വളയാനോ അങ്ങോട്ട് തിരിയാനോ സമസ്ത ഒരിക്കലും അതിന് തയ്യാറാവുകയില്ല. അത് ഖിയാമത്ത് നാൾ വരെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പോയത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. നമുക്ക് ചിന്തിക്കുവാനുള്ളത്, ഇവിടെ കുറേ പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നമ്മുടെ കയ്യിലേൽപ്പിച്ച ആ പ്രസ്ഥാനം ശരിയായ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ കൊണ്ട് നടക്കുന്നത്, ജീവിതത്തിൽ പകർത്തി നടത്തുന്നത് ഏത് പ്രസ്ഥാനമാണ് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ പ്രസ്ഥാനം അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ. അതിൻ്റെ പിന്നിൽ അണിനിരക്കുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. സഹോദരന്മാരെ, ഇവിടെ സമസ്ത 100 കൊല്ലമായി പ്രവർത്തിച്ചിട്ട് പ്രവർത്തനം തുടങ്ങി ഇനി 1 വർഷവും 20 ദിവസവുമുണ്ട്. എന്നാൽ സമസ്തയുടെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. വാർഷികത്തിന് ഇനി 1 വർഷവും 20 ദിവസവും ഉണ്ടാവും. ഈ 1 വർഷം സമസ്തയുടെ പല പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള യോഗം നടത്താനുള്ള സ്ഥലങ്ങൾ 1 വർഷമായി തെരഞ്ഞു നടക്കണം. സമസ്തയുടെ മുശാവറ കൂടും, പല ആളുകളെയും അതിന് ചുമതലപ്പെടുത്തും. അവർ പല ഭാഗങ്ങളിലും നോക്കും. തമിഴ്നാടിനോട് ചേർന്ന് കോയമ്പത്തൂർ ഭാഗത്ത് സ്ഥലമുണ്ട്, പക്ഷേ അത് കേരളത്തിൻ്റെ പുറത്താണ്. കേരളത്തിൻ്റെ അകത്ത് പല ഭാഗങ്ങളിലും നോക്കി പാടങ്ങൾ കിട്ടും. ആ പാടം പെട്ടെന്ന് മഴ പെയ്താൽ ആകെ വഷളാവും. പിന്നെ വരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരമ്പുകൾ കൊത്തി നിരത്തേണ്ടി വരും. പിന്നീട് രണ്ടാമത് കൃത്യമായ അതിരിൽ കൂടി അതിന് വരമ്പ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല, അതിര് വ്യത്യാസപ്പെടും. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായതുകൊണ്ട് സ്ഥലം നിശ്ചയിക്കാൻ ഇതുവരെ നിശ്ചയം പൂർണ്ണമായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുറച്ചാളുകളെ നിയമിച്ചു. ഞങ്ങൾ അവിടെ കാസർഗോഡ് ഒരു സ്ഥലമുണ്ട് എന്ന് കേട്ട് അവിടെ പോയി. ഏതാണ്ട് ഞങ്ങൾക്കൊക്കെ തൃപ്തിയായിട്ടുണ്ട്. ഇനി അത് മുശാവറയിൽ വെച്ച് 1000 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. അത് കുറേ ഭാഗത്ത് വീടുകളുണ്ട്, കുറേ ഭാഗത്ത് തോട്ടങ്ങളുണ്ട്, കുറേ ഭാഗത്ത് മരങ്ങളുണ്ട്. പൊട്ടുമരങ്ങളൊക്കെ ഒഴിവാക്കുക, മുറിച്ചൊഴിവാക്കുക, കാടും പൊന്തയൊക്കെ വെട്ടി നിരപ്പാക്കേണ്ടതൊക്കെ നിരപ്പാക്കുക. അതിനൊക്കെ അതിൻ്റെ മുതലാളി പറഞ്ഞിട്ടുണ്ട്. അത് അയാൾ തന്നെ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരു സ്ഥലം ഗുനിയ എന്ന് പറയുന്ന സ്ഥലത്ത്, കാസർഗോഡ് ഗുനിയ എന്ന് പറയുന്ന സ്ഥലത്ത് കേരളത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നാളത്തെ യോഗത്തിൽ മിക്കവാറും അത് തീരുമാനമാകും. നാളെ മുശാവറയുണ്ട്. ആ മുശാവറയിൽ ഈ കാര്യം മുശാവറയിൽ അവതരിപ്പിക്കും. അത് മുശാവറ തീരുമാനിച്ചാൽ അവിടെയായിരിക്കും നമ്മുടെ യോഗം ഇൻഷാ അല്ലാഹ്. അത് ഏതാണ്ട് നമുക്ക് കൂടാൻ പറ്റുന്ന, സമസ്തക്ക് കൂടാൻ പറ്റുന്ന വലുപ്പം, സ്ഥലം വിശാലതയുണ്ട്. പിന്നെ അവിടെ ഒരു 5-8 വലിയ കെട്ടിടങ്ങളുണ്ട്. അത് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് അയാൾ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങളാണ്. അതിൽ പഠനം തുടങ്ങിയിട്ടില്ല. അത് താമസിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങളാണ്, ചെറുതൊന്നുമല്ല, വലിയ കെട്ടിടങ്ങളാണ്. അത് 6-7 ഒക്കെ നിലയുള്ള കെട്ടിടങ്ങളാണ്. അപ്പം അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. മിക്കവാറും നാളത്തെ യോഗത്തിൽ ഇൻഷാ അല്ലാഹ് ആ യോഗം, ആ സ്ഥലം തീരുമാനിക്കാനാണ് സാധ്യത. യാത്ര ഇവിടുന്ന് ഒരറ്റത്താണ് എന്നുള്ള സ്ഥലമുള്ളൂ. നമുക്കൊരുപാട് സാമ്പത്തികമായ നേട്ടങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. സംഘടനാപരമായി ഇവർക്കൊന്നും താമസിക്കാൻ, അവിടെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസങ്ങൾ താമസിക്കേണ്ടി വരും കുറേ ആളുകൾ. അവർക്കൊക്കെ താമസിക്കാൻ ഈ ബിൽഡിങ്ങുകൾ ഉപയോഗിക്കുക. അതിന് നമ്മൾ വേറെ വഴി നോക്കണ്ട. കക്കൂസടക്കം എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. അതുപോലെ പിന്നെ അവിടെയുള്ള നിരത്തലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്തു തരാം എന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്കിവിടുന്ന് പോകാൻ ട്രെയിന് പോകാം. ട്രെയിന് പോയാൽ അവിടുന്ന് വളരെ കുറച്ചുള്ളൂ. കാസർഗോഡ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പോരാ, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ അപ്പം അത് ഇനി അടുത്ത 1 വർഷവും 20 ദിവസവും കഴിഞ്ഞാൽ നമ്മുടെ സമ്മേളനത്തിൻ്റെ ഡേറ്റായി. അതിൻ്റെ ഇടയിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ സമസ്തക്ക് തീർക്കാനുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങളുടെ എല്ലാ നിലക്കുള്ള സേവനങ്ങളും, ആവശ്യമായ സേവനങ്ങളെല്ലാം ആ രംഗത്ത് ഉണ്ടായിരിക്കണമെന്ന് ഈ സമയത്ത്
ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് സമസ്തയുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മരണം വരെ ആ വിശ്വാസം നിലനിർത്തി പോരാന് മരിക്കുന്ന സമയത്ത് ഒരു സമസ്തക്കാരനായിക്കൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു പ്രസ്ഥാനമല്ല. സുന്നത്ത് ജമായത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവനായി, അതാ സമസ്തക്കാരനായി എന്ന് പറഞ്ഞാൽ. സുന്നത്ത് ജമായത്തിൽ അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് തന്ന പരിശുദ്ധ ഇസ്ലാം. അത് അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരണം വരെ അത് നിലനിർത്തി പോരാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി ഓടി നടന്ന SKSFന്റെ മക്കൾക്ക് അള്ളാഹു തആല എല്ലാവിധ കഴിവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനു വേണ്ടി സഹകരിച്ച, സാമ്പത്തികമായും മറ്റു നിലക്കുമൊക്കെ സഹകരിച്ച പല ഉമറാക്കളും മറ്റ് സഹോദരന്മാരും ഇവിടെയുള്ള പണ്ഡിതന്മാരും ഒക്കെയുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സാലിഹമലായി സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. അവർക്ക് എല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ പരലോക ജീവിതം ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സമ്മേളനത്തിന് തീരുന്നത് വരെ വർഷിച്ചു കൊണ്ടിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേക ശ്രദ്ധ